ദൈവത്തിൻ്റെ സർവശക്തിക്ക് മഹത്വം. സർവകൃപാലുവായ ദൈവം നിൻ്റെ കൃപയാലും കരുണയാലും നമ്മളെ വീണ്ടെടുത്ത് പുത്രൻ മുഖാന്തരം നമ്മളെ നിത്യ സൗഭാഗ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് ആനയിച്ച് നിത്യജീവൻ്റെ വഴിയിൽ കൂടി നമ്മളെ നടത്തുവാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടായി തന്ന് ഇന്നും നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ മഹത്വവും, എല്ലാ സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഈ ജീവിതയാത്രയിൽ നമുക്ക് കൂട്ടായിരുന്ന് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വഴി നടത്തിപ്പും പ്രദാനം ചെയ്ത് നമ്മളെ വഴി നടത്തുവാൻ ഇവിടെ നിന്നും എന്നും ശക്തനാണ്. നമ്മുടെ സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ശക്തിയിലോ സ്വന്തം ജ്ഞാനത്തിലോ അല്ല. നമ്മൾ ഇത്രയും നാളും ധ്യാനിച്ച തിരുവഴുത്തുക്കളുമൊക്കെ നമ്മൾ ഒരു കാര്യം നീ ഓർമ്മപ്പെടുത്തി, ദൈവം മാത്രം ഏക ശരണമായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്ന ജീവിതങ്ങളാണ് ധന്യം. ആ ജീവിതത്തിലാണ് ദൈവിക അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും കഴിയുകയുള്ളൂ. ആ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും ഉറപ്പിക്കുന്നതുമെന്ന് നമ്മൾ ഓരോ ജീവിതങ്ങൾ കൂടെ കണ്ടു. ഹാലൽ സങ്കീർത്തനങ്ങളുടെ പഠനത്തിൽ 147-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. ദൈവത്തെ എന്തിനു സ്തുതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുവാൻ തക്കതായ കാരണങ്ങൾ വിവരിക്കുകയാണ് ഓരോന്നും. പ്രകൃതിയിലും സൃഷ്ടിജാലങ്ങളിലുമെല്ലാം ദൈവം എന്താണ് അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്ന് ഓരോ വിവരണത്തിൽ കൂടെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആ അത്ഭുതങ്ങളുടെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആ ചെപ്പ് ദൈവം തുറക്കുമ്പോൾ എത്ര വർണ്ണനാതീതമാണത്. നമുക്ക് നമ്മുടെ ഗ്രഹിക്കുവാനുള്ള ശക്തിക്കലപ്പുറമാണ്, ഗ്രഹണാതീതമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുമെന്നറിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് അതെല്ലാം ഗ്രഹിച്ചെടുക്കുക അപ്രാപ്യമാണ്. അത് അതീവ ഗഹനങ്ങളായ, ഗഹനം എന്ന് പറയാനല്ല, അത് എത്ര മാത്രം എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ടച്ച് എന്ന് വേണമെങ്കിൽ പോലും പറയാൻ തക്കണം. അതായത് ഈ വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതൊരു തീരത്തേക്ക് ചെന്നിട്ട്, സമുദ്ര തീരത്ത് ചെന്നിട്ട് ഒരു കൈക്കുമ്പിളിൽ വെള്ളം എടുത്തിട്ടൊരു ജ്ഞാനിയായ മനുഷ്യൻ, ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം പറയുന്നതാണ്, ഞാൻ അറിഞ്ഞത് ഈ കൈക്കുമ്പിളിലെ വെള്ളമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിയാനുള്ളത് ഈ കിടക്കുന്ന കടലാണ്, മഹാസമുദ്രമാണ്. അതെങ്ങനെ അറിയാനാണ്? ഈ കൈക്കുമ്പിളിൽ മാത്രം കൊള്ളുന്ന വെള്ളം ആണോ ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഈ കൈക്കുമ്പിളിൽ എങ്ങനെ? പറ്റില്ലല്ലോ. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ നോ എവറിത്തിങ്. ഈ ക്രിയേഷനെക്കുറിച്ച് ഒന്നും നമുക്ക് ആത്യന്തികമായി നമുക്ക് സമ്പൂർണ്ണമായി അറിയാൻ പറ്റില്ല. എന്നാൽ അതത് സമയത്ത് ഓരോ വിജ്ഞാനികളായവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം റെവലേഷൻ കൊടുക്കുകയാണ്. അവരുടെ യോഗ്യത കൊണ്ടോ മിടുക്കൊണ്ടോ അല്ല, അവരതിന് തങ്ങളത്തിന് അർപ്പണം ചെയ്തു എന്നുള്ളതൊരു കാരണം കാണും. എങ്കിലും പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ്. കാരണം ദൈവം മനുഷ്യന് വേണ്ടി പലതും കണ്ടുപിടിക്കുവാൻ അവർക്ക് വിവേകം കൊടുക്കുന്നു, ദൈവം ജ്ഞാനം കൊടുക്കുന്നു. അല്ലാതെ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അല്ലാതെ ആർക്ക് വെളിപ്പെടും? അവരും അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള എളിമയുള്ളവരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ സർവ മഹത്വത്തെക്കുറിച്ചും ദൈവനെക്കുറിച്ചും അവർ ഏറ്റു പറയുന്നു. ഈ ഇടയ്ക്ക് ബഹിരാകാശ യാത്ര കഴിഞ്ഞ് വന്ന വ്യക്തികൾ, അവർ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് പ്രകീർത്തിക്കുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, ആകാശത്തെ വിധാനമായി കൈവേലെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അനന്തഭായുസിലേക്ക് പറന്നു ഉയരുന്നവർ ദൈവമഹത്വത്തെ കാണും. ഇതിനൊക്കെ ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് അവർക്ക് വെളിവായിട്ട് തെളിവാകും. അതിൻ്റെ അത്ഭുതങ്ങൾ, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ കണ്ടവർ ആശ്ചര്യം കൂറും. ഹൂ ഈസ് ദ ക്രിയേറ്റർ? ആ ക്രിയേറ്ററെ മനസ്സിലാക്കാമെന്ന്, ക്രിയേഷനിൽ കൂടെ ദൈവത്തെ മനസ്സിലാക്കാമെന്ന് മനസ്സിലായി. ഇവിടെ പറയുകയാണ്, ഇത് പ്രകൃതിയിലെ ഒരു അത്ഭുതങ്ങൾ, ചില അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെയും ഈ വാക്യങ്ങൾ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇവിടെ പറയണേ, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ വചനം അതിവേഗം ഓടുന്നു. ഇനി 16-ാമത്തെ വാക്യം മുതൽ, അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷണം കഷണമായി എറിയുന്നു, അവൻ്റെ കുളിർ സഹിച്ച് നിൽക്കാകുന്നവൻ ആര്? അവൻ തൻ്റെ വചനമയച്ചവയെ ഒരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഇവിടെ പറയാണ്, അവൻ പഞ്ഞി പോലെ മഞ്ഞു പെയ്യിക്കുന്നു. പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ ഹി സ്പ്രെഡ് സ്നോ ലൈക്ക് എ ബ്ലാങ്കറ്റ്, ഒരു പുതപ്പ് പോലെ മഞ്ഞ്. നമുക്കറിയാം, മഞ്ഞ് പ്രദേശങ്ങളൊക്കെ ആണ് ഒരു പുതപ്പ് വിരിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ വിരിച്ചിരിക്കുക. ഹി സ്പ്രെഡ്
സ്നോ ലൈക്ക് എ ബ്ലാങ്കറ്റ് ആൻഡ് സ്കാറ്റേഴ്സ് ഫ്രോസ്റ്റ് ലൈക്ക് ഡസ്റ്റ്. ഫ്രോസ്റ്റ് ഈ മഞ്ഞ് എന്ന് പറഞ്ഞ തന്നെ മഞ്ഞിൻ്റെ ഈ ഉപ്പ് പോലെ പൊടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലിരിക്കും. അത് കട്ടിയായിട്ടുള്ളതുണ്ട്, അല്ലാതെ ഇപ്പോൾ അത് ചാരം പോലെ ഇങ്ങനെ വിതറി കിടക്കാതെ ഇങ്ങനെ ചവിട്ടും ഇങ്ങനെ ഇതായിട്ടിരിക്കും, പൊടിയായിട്ടിരിക്കും, തരിയായിട്ട്. അത് കണ്ടിട്ടുള്ളവരായിരിക്കാം. അടുത്ത് പറയാണ് അവൻ നീർക്കട്ട കഷ്ണമായി എറിയുന്നു, അവൻ്റെ കുളിർ സഹിച്ച് നിൽക്കാവുന്നവനാര്. അടുത്ത് പറയാണ് സെൻസ് ഹെയിൽ ലൈക്ക് ഗ്രാവൽ എന്ന് പറഞ്ഞാൽ നീർക്കട്ട എന്ന് പറഞ്ഞാൽ വെള്ളം, നീർന്ന് പറഞ്ഞാൽ വെള്ളം, കട്ട അത് ഹെയിൽ സ്റ്റോൺ എന്ന് പറയത്തില്ല, മഞ്ഞ് കട്ട എന്ന് പറയുന്നത്. സെൻസ് ഹെയിൽ ലൈക്ക് ഗ്രാവൽ. ഈ ഗ്രാവൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ അങ്ങനെ ഏതൊക്കെ ഇല്ലേ, കല്ല് പോലെ എന്ന് പറഞ്ഞാൽ അതാണ്. നീഹാരം നീർക്കട്ട കഷ്ണമായി എറിയെന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റോൺസ്, അങ്ങനെ കണ്ടാൽ മതി. അവൻ്റെ കുളിർ സഹിച്ച് നിൽക്കാവുന്നവനാര്. അതിനുള്ള പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റും? അപ്രകാരം ദേശത്ത് താമസിക്കുന്നവർക്ക് അതിനുള്ളതായ ബ്ലാങ്കറ്റ്, സ്വെറ്റർ എല്ലാം വൂളൻ ടൈപ്പ് അതിൻ്റേതായ, ശരിക്ക് ഈ ഹിമക്കരടിയുടെയൊക്കെ തന്നെ അങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കുന്നതെന്ന് പറയും. ഹിമക്കരടിക്കൊക്കെ അതിനുള്ള റെസിസ്റ്റിംഗ് പവറുണ്ട് അതിൻ്റെ തോലിനൊക്കെ, സ്കിന്നിനൊക്കെ. അപ്പോൾ അത് മനുഷ്യൻ എന്ത് ചെയ്യും, അങ്ങനെ മൃഗത്തെ കൊന്നിട്ട് അതിനകത്ത് അത് അങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കുകയാണ്. അതിന് വേറൊരു വ്യത്യാസം. അപ്പോൾ അത് ധരിക്കുമ്പോൾ ഈ മഞ്ഞിനെയൊക്കെ അതിജീവിക്കാൻ അവർക്ക് പറ്റും. അങ്ങനെയുള്ള മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ പബ്ലിക് സൈൻ, അങ്ങനെ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ അല്പമായ അറിവില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇങ്ങനെ വിവരിക്കാം. അവിടെ ഈ ഇവർ ധരിക്കേണ്ടുന്നതായ വസ്ത്രത്തിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇത്ര അളവുണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്ര തണുപ്പ് സഹിക്കാൻ കപ്പാസിറ്റിയുള്ള ഇതുണ്ട്, അത് ഇടുമെന്ന് പറയും. ഇത്ര രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, ഇത്ര കട്ടിയുള്ള വസ്ത്രം ധരിക്കണം, അങ്ങനെ ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ ആ മഞ്ഞിനെ അതിജീവിക്കാനായിട്ട് അതിന് സാധിക്കും. ഇതെല്ലാം മനുഷ്യന് ഇതിനെല്ലാം ദൈവം വിവേകവും കൊടുത്തു. മൃഗങ്ങൾക്കൊന്നും അതിനുള്ള വിവേകമില്ല, പക്ഷേ അതിനുള്ളതായ ശരീര പ്രകൃതം അതിന് കൊടുത്തു. ഇപ്പോൾ കരടിയല്ല ഹിമക്കരടി എന്ന് പറയും, ധ്രുവക്കരടികൾ എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ അവിടെ പാർക്കുന്ന ജീവികൾക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുത്തു. എന്നാൽ അതിന് മെയ്ഡ് ചെയ്തിടാനൊന്നും അതിനൊന്നുമില്ല. അതിന് നാച്ചുറലായിട്ട് തന്നെ അതിൻ്റെ ബൈ ബർത്ത് അതിന് കിട്ടിയതായ അനുഗ്രഹങ്ങൾ. അതിന് മനുഷ്യൻ എന്ത് ചെയ്യുക, മനുഷ്യൻ ഇതിനെയൊക്കെ അതിജീവിക്കാൻ അതിനൊക്കെ ആവശ്യമായിരിക്കാൻ ജ്ഞാനം മനുഷ്യന് ദൈവം പകർന്നു കൊടുക്കുക. അത് അവൻ്റെ ആ സൃഷ്ടിപ്പിൽ തന്നെയുള്ളൊരിതാണ്. തൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു അല്പം. മനുഷ്യനെ പൂർണ്ണ ജ്ഞാനിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് ആദാമിൻ്റെ ജ്ഞാനം എന്തുമാത്രമായിരിക്കും. എന്നാൽ മനുഷ്യൻ തിന്മ ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 20% പോലും ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഈ IQ ഇതിലൊക്കെ പറയുന്നതിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ബാക്ക് റിവേഴ്സ് ടു ദാറ്റ് ഫസ്റ്റ് സ്റ്റേജ്, ആ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ എന്തായിരിക്കാം, നമുക്കത് ഇമാജിൻ ചെയ്യാനൊക്കെ പ്രയാസമാണ്. അത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി മാറട്ടെ. ഇവിടെ തുടർന്ന് പറയണം 18 വാക്യം, അവൻ തൻ്റെ വചനമായ ചവി ഒരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തിൽ ഒഴുക്കുന്നു. വചനമായ ചവി, അപ്പം എന്തെന്ന് പറഞ്ഞാൽ ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു വ്യക്തി ഏതോ ഒരു യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു യാത്രയിൽ ഇങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയി. അപ്പോൾ മഞ്ഞിങ്ങനെ കിടക്കുക. അപ്പോൾ ഈ വാക്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഈ വാക്യം ക്ലെയിം ചെയ്യുന്നു, കർത്താവേ നീ നിൻ്റെ വചനം അയച്ച് അവയെ മഞ്ഞിനെ ഒരുക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ആ പ്രക്രിയ അവിടെ ചെയ്യണമേ, ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി നീക്കി തരണമേ എന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ചത്. അല്ലാതെ മഞ്ഞുദേശത്ത് പോയി മഞ്ഞൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അതല്ല പ്രാർത്ഥന. ഒരു പ്രതിസന്ധി ആവശ്യഘട്ടത്തിൽ നീക്കി തരണമേ എന്നുള്ളവരുടെ അഭ്യർത്ഥന. അത് കർത്താവ് നീക്കി എന്ന് പറയുന്നത് ദൈവം നീക്കി കൊടുത്തു. തുടർന്ന് പറയുന്നു 19 വാക്യം, അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. യാക്കോബിന് തൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹി ഗീവ്സ് ഹിസ് മെസ്സേജ് ടു ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് അവൻ വചനം കൊടുക്കുന്നു, സന്ദേശം കൊടുക്കുന്നു. ഹിസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ലോസ് ടു ഇസ്രായേൽ. ഇസ്രായേലിന് അങ്ങനെ വചനം കേട്ട്, യാക്കോബാണല്ലോ ഇസ്രായേലായി തീർന്നത്. അപ്പോൾ വചനം കേട്ട് ഇസ്രായേലായി തീർന്നവർക്ക് അവൻ്റെ ചട്ടങ്ങളും വിധികളും എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈഫ് സ്റ്റാറ്റസ്, നിയമങ്ങളും ഒക്കെ അത് അവർക്ക് ഒരു ഇതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപ. ആ കൃപയെല്ലാം നിയമത്തെ കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ ന്യായപ്രമാണം മനുഷ്യൻ്റെ ഈ കൃപ ലഭിക്കുന്നതിന്, കൃപ എന്ന് പറഞ്ഞാൽ
അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ചതായ അനുഗ്രഹങ്ങൾ. അതിനു മുമ്പ് മനുഷ്യൻ ഇതിനെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാം ദൈവം കംപ്ലീറ്റ് മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പഴയ നിയമത്തിലൊന്നും. കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ പെർമനൻ്റായിട്ട് അവിടെ ഒന്നും പോയിക്കൊണ്ടിരുന്നു എന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് അത് പൂർണ്ണമായി നടന്നു കഴിഞ്ഞു. ഇന്ന് നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവമുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുമ്പോൾ നമുക്ക് നടക്കേണ്ടുന്ന വഴി കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ദൈവികമായിട്ട് മാറുക, ഡിവൈനായിട്ട് മാറുക, ദൈവോന്മുഖമായിട്ട് മാറുക, സ്വർഗീയമായിട്ട് മാറുക, ഹെവൻ ലൈക്ക് നേച്ചർ അല്ലേ, ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ അത് നമുക്ക് ലഭിക്കുകയാണ്. ഇസ്രായേൽ ചട്ടങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. ജാതി എന്ന് പറയുമ്പോൾ നേഷൻ ഓർത്താൽ മതി, അല്ലാതെ ഈ ജാതി തരംതിരിവ് അതല്ല പറയുന്നത്. നേഷൻസ്, ജാതികൾക്ക് അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല, യഹോവയെ സ്തുതിക്കുകയും. അതുകൊണ്ട് അവർക്ക് അവൻ്റെ വിധികൾ അറിയത്തില്ല, അവൻ്റെ നിയമം അറിയത്തില്ല. ഹി ഹാസ് നോട്ട് ഡൺ ദിസ് ഫോർ അതർ നേഷൻസ് എന്നാണ് പറയുന്നത്. നേഷൻസ് ദേ ഡു നോട്ട് നോ ഹിസ് ലോസ്. അതുകൊണ്ട് അവർക്ക് അവൻ്റെ വിധികളും അറിയത്തില്ല, നിയമങ്ങളും അറിയത്തില്ല. നോക്കിയോ, ആരാധനയുടെയൊക്കെ നോക്കിയാൽ ദൈവത്തിന് ന്യായപ്രമാണം അറിയുന്നത്, ലോസ് അറിഞ്ഞാൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് വിഗ്രഹം പാടില്ല, അങ്ങനെ ഏകസത്യ ദൈവമേ, അപ്പോൾ കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിന്നെ ബഹുമാനിക്കുക, ഇങ്ങനെ ഓരോ കൽപ്പനകളൊക്കെ ഇല്ലേ, അതവർക്ക് അറിയത്തില്ല. കാരണം അവരതെല്ലാം ലംഘിക്കുകയാണ്. കൽപ്പനയില്ലാത്തതുകൊണ്ട് അവർക്ക് അറിയില്ല. കൽപ്പന വരുമ്പോൾ അവർക്ക് ഭാവബോധം കിട്ടും. ആ കൽപ്പനയുടെ ഇൻസൈറ്റ് അവരിലേക്ക് വന്നെങ്കിൽ, അവർ ദൈവത്തിൽ തിരിഞ്ഞാൽ അവർക്ക് ഭാവബോധം കിട്ടും. അപ്പോൾ അവർക്ക് ആ ഭാവബോധത്തിൽ അവർ അനുദപിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭാവബോധത്തെ അവർ അനുദപിക്കും, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർക്കും. ഇത് തെറ്റാണല്ലോ, അത് തെറ്റാണല്ലോ. ഇന്ന് വിഗ്രഹങ്ങൾ ഏറി വരിക എല്ലായിടത്തും. വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ അക്കല്ലിനെ കൊണ്ട് ചുംബിക്കും. അത് മനുഷ്യൻ്റെ കൈപ്പണിയാണെന്ന് അവർ മറന്നു പോവുകയാണ്, അവർ ചിന്തിക്കുന്നില്ല. തിരുവഴുത്ത് വളരെ വ്യക്തമായി പറയാം, മരമുട്ടി ദൈവം എന്ന് പറയും. ഒരു ഞങ്ങളെ പഠിപ്പിച്ച മരമുട്ടി ദൈവം എന്ന് പറയും. ഒരു തടിയുടെ ഒരു ഭാഗം കൊണ്ട് അവൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി, ബാക്കി കൊണ്ട് അവൻ അപ്പം ചുട്ടു തിന്നു. അപ്പം തിന്നു, കുളിർ കാഞ്ഞു, വിശപ്പ് മാറിയ ശെഫ്രാൻ്റെ പുസ്തകം പറയുന്ന ഒരു ഇതാണ്. എന്നിട്ട് ആ തടിയുടെ മുമ്പ് സാഷ്ടാംഗം വീണ് നീ എന്നെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പ് സാഷ്ടാംഗം വീഴുകയാണെന്ന് മരമുട്ടി ദൈവം എന്നതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്നില്ല, അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഐഡലിൻ്റെ മുമ്പിൽ അവൻ വീഴുകയാണ്. അതൊക്കെ തിരിച്ചറിയാൻ ഒരു ഇൻസൈറ്റ് എല്ലാവർക്കും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അന്ത്യനാളുകൾ വരും, ഇതൊക്കെ വർദ്ധിച്ചു വരുമെന്ന് തിരുവഴുത്ത് തന്നെ പറയുന്നുണ്ട്. ശെഫാൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ആ വിഗ്രഹങ്ങൾ അതൊക്കെ അവർക്ക് നരിച്ച് തിരുപ്പലേക്കും ഇതായി കൊടുക്കും, വലിച്ചെറിയുമെന്നാണ് പറയുന്നത്. അതിനൊന്നും രക്ഷിപ്പാൻ കഴിയില്ല, വെള്ളിക്കും പൊന്നിനും പറ്റുകയില്ല എന്നാണ് പറയുന്നത്. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യന് വിട്ടൊഴിവീനെന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം തീരുന്നുണ്ട്. അതിലൂടെ പറയുകയാണ്, ദൈവം തൻ്റെ വചനവും തൻ്റെ തട്ടങ്ങളും എല്ലാം നമുക്ക് വെളിപ്പെടുത്തും. നമുക്ക് അവൻ്റെ പാതകൾ നടക്കും, അവൻ്റെ ജനമായിട്ട്, അവൻ്റെ സ്വന്തം ജനമായി, അവൻ്റെ സാക്ഷ്യമുള്ള ജീവിതങ്ങളായി നമുക്ക് മാറാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നമുക്ക് തൻ്റെ വചനം വെളിപ്പെടുത്തി ചട്ടങ്ങളും നിയമങ്ങളിൽ ഞങ്ങൾ നടക്കുമാറാക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വഴിയുടെ കുറവ് തീർക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി തിരുവചനത്തിൽ കൂടെയെല്ലാം ഞങ്ങളുടെ വഴി അപ്രകാരമായിരിക്കണമെന്ന്, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന പാത നടക്കുന്ന വഴിയെ നടക്കാനല്ല, നടക്കേണ്ടുന്ന വഴിയിൽ കൂടെ ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളുടെ കാലുകെട്ടുകളെ ക്രമപ്പെടുത്തണമേ എന്ന് തിരുസൻ ഞങ്ങൾ യാചിക്കുന്നു. അതിന് നിൻ്റെ വചനം ഞങ്ങൾക്ക് പ്രകാശമായി തരുന്നതിനായി, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാം നന്മകളാൽ നിറയ്ക്കണമേ. സ്വർഗത്തിലെ ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനാത്മാവിനായി ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാം മഹത്വത്തോടെന്ന് മാത്രം എടുക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം കാണുന്ന സ്നേഹം, എല്ലാം ഏകുന്ന സ്നേഹം, തൻ ജീവനേകിയ യേശുവിൻ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം വഹിക്കുന്ന സ്നേഹം, എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം പരിഹരിക്കും സ്നേഹം, രക്തം ചിന്നിയ യേശുവിൻ സ്നേഹം. ഹല്ലേലൂയ. എല്ലാം പുതുതാക്കും സ്നേഹം, എല്ലാം പുതുക്കിയിടും സ്നേഹം, എല്ലാം പകർന്നിടും സ്നേഹം, സർവവുമേകുന്ന യേശുവിൻ സ്നേഹം. ഹല്ലേലൂയ. എല്ലാം നിറയ്ക്കുന്ന സ്നേഹം, എല്ലാം അർപ്പിക്കും സ്നേഹം, എല്ലാം നിരപ്പിക്കും സ്നേഹം, യേശുവിൻ നിറവാർന്ന നിത്യ സ്നേഹം. ഹല്ലേലൂയ.